ഇസർഫോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് എങ്ങനെ സ്വാപ്പിംഗ് ചെയ്യാം. നമ്മൾ സ്വാപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ നെറ്റ്വർക്കിൽ തന്നെ നമ്മൾ സ്വാപ്പ് ചെയ്യാൻ പഠിക്കണം. ഡിഫറെൻറ്റ് നെറ്റ്വർക്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല, അവിടെ ഫണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് തന്നെയാണ്. അതായത് ഉദാഹരണത്തിന് നമ്മളെ കൈമ ഡായി ഉണ്ടെങ്കിൽ നമ്മളത് USDT കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോളികളിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു സിസ്റ്റം ട്രേഡിങ്ങിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും, അതല്ലാതെ തന്നെ സ്വാപ്പ് ഓപ്ഷനിലൂടെയും ചെയ്യാം. സ്വാപ്പ് ഓപ്ഷൻ നമ്മൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഓരോ നെറ്റ്വർക്ക് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പോളികളാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നെറ്റ്വർക്ക് ഈ ഫ്രമിൻ്റെ അടുത്ത് തൊട്ട് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് അവിടെ എതേറി ഉണ്ടാവും, അത് പോളിഗണാക്കുക. തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ആദ്യം 2 എന്നുള്ളതും അവിടെ എന്ത് ചെയ്യണം, ഒരേ നെറ്റ്വർക്കിലേക്ക് മാത്രമേ സ്വാപ്പിംഗ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ട് നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ 2ൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പോളിഗണാക്കണം. അപ്പോൾ രണ്ടും ഒരേ നെറ്റ്വർക്കായി, പോളിഗൺ നെറ്റ്വർക്കായി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ USDTന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ ഡായിലേക്കോ അല്ലെങ്കിൽ ഡായിൽ നിന്ന് USDT ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മളിവിടെ ഈ നെറ്റ്വർക്കിൻ്റെ ഫ്രമിൻ്റെ തൊട്ട് താഴെ പോൾ ഉണ്ടാവും, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മൾ USDT സെലക്ട് ചെയ്യുന്നു. അതിന് തൊട്ട് താഴെ USDTയിൽ നിന്നും നമ്മൾ ഡായിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് പോളിഗൺ നെറ്റ്വർക്കിലുള്ള ഏത് കോയിനിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 എന്നുള്ളത് താഴെ വെക്കുക. ഇതുപോലെ ഇതിപ്പോൾ USDTയിൽ നിന്ന് ഡായിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഡായിൽ നിന്ന് USDT കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവേഴ്സൽ പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കൈമ ഡായി കുറച്ച് ബാലൻസ് ഉണ്ട്, അത് മുഴുവൻ ഞാൻ USDTയിലേക്ക് മാറ്റുന്നു. പോളിഗൺ എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത്. ഇവിടെ മാക്സിമം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാക്സിമം അവിടെ ഡായി അവിടെ കാണിക്കും. അതിന് പ്രൊപ്പോർഷനായിട്ട് തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് കാണിക്കും, ഈ പറഞ്ഞതുപോലെ കൺവേർട്ട് ചെയ്യുന്ന USDT അവിടെ കാണാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തൊട്ട് അവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്വാപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുമ്പോൾ ഗ്യാസ് ഫീ കൊടുക്കുന്നത് പോലെ ഇവിടെ സ്വാപ്പിംഗ് ചെയ്യുമ്പോൾ അവിടെയും ഗ്യാസ് ഫീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊവൈഡർ ഫീസ് ഉണ്ട്. അത് വേഗം തന്നെ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ടൈം ഔട്ട് ആവും. ഇതുപോലെ ഇപ്പോൾ കണ്ടതുപോലെ ടൈം ഔട്ട് ആവും. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആ പ്രൈസിന്, നേരത്തെ പറഞ്ഞ ആ പ്രൈസിന് നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ കൺഫേം കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അവിടെ പ്രോസസ്സിങ് വരും. ആ പ്രോസസ്സിങ് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് സമയം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്രോസസ്സിങ്ങിൻ്റെ ഇവിടെ അത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആ ഡായിൽ എടുത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയി. അപ്പോൾ ഇവിടുന്ന് എവിടത്തേക്ക് പോയി, ഈ പറഞ്ഞ USDT ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കത് ആഡ് ആയിട്ട് ഇത് കാണാം. ഓക്കെ, ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എങ്ങനെ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വാപ്പിംഗ് ചെയ്യാം എന്നത് നമ്മൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.